ശരിയാണോ? ഇവിടെ ഇരുന്നു കൊണ്ട് സലിമർ ഗുരുജി. നമസ്കാരം പ്രദീപ് ജി. ഇവിടെ എനിക്ക് ശ്രീ മേജർ രവിയുടെ സംസാരം ഞാൻ കേട്ടു. എനിക്ക് ഒരു സംശയം മാത്രം ചോദിക്കാം. ഈ 370 വകുപ്പ് കാശ്മീരില് ഏതെങ്കിലും തരത്തിൽ പോലീസ് ആക്ഷനെ തടയുന്ന എന്തെങ്കിലും വകുപ്പ് 370 വകുപ്പിൽ ഉണ്ടായിരുന്നു? ഈ 370 വകുപ്പ് എടുത്തു കളയുന്നതിന് മുമ്പ് കാശ്മീരിൽ സമാധാനം കൊണ്ടുവരാൻ അവിടെ പോലീസിനും പട്ടാളത്തിനും പ്രവർത്തിക്കാൻ എന്തെങ്കിലും തടസ്സം 370 വകുപ്പ് കൊണ്ടുണ്ടായിരുന്നു? 370 വകുപ്പ് എന്ന് പറയുന്നത് ഒന്ന് അവിടുത്തെ നിയമസഭക്ക് 6 വർഷ കാലാവധി, മറ്റൊന്ന് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ കാശ്മീർ നിയമസഭയും പാസ്സാക്കണം. ഏതെങ്കിലും നിയമം കാശ്മീർ നിയമസഭ പാസ്സാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട്, സത്യത്തിൽ ഈ 370 വകുപ്പിന്റെ അസ്ഥികൂടം മാത്രമേ ബാക്കിയുള്ളൂ, ആയിക്കോട്ടെ, ഏതെങ്കിലും സുപ്രധാനമായ വകുപ്പ് ഈ 370 കാരണം കാശ്മീരിൽ നടപ്പിലാക്കാൻ സാധിക്കാതെ പോയിരുന്നു, അത് പറയണം. അപ്പൊ ഈ 370 വകുപ്പ് എടുത്തു കളഞ്ഞതോട് കൂടിയിട്ട് കാശ്മീരിൽ ഇതാ സ്വാതന്ത്ര്യം വന്നു, അല്ലെങ്കിൽ അവിടെ ഇതാ ജനാധിപത്യം വന്നു, എല്ലാം സമാധാനമായി എന്ന് പറയുന്നത് കള്ള പ്രചരണമാണ്, വ്യാജ പ്രചരണമാണ്. അവിടെ സമാധാനം വന്നത്, അവിടെ ആളുകൾ മാറിയത്. ഞാൻ ആദ്യമായി കാശ്മീർ പോയത് 2004-ലാണ്. അന്ന് 370 വകുപ്പ് ഉണ്ടല്ലോ, അന്നും സമാധാനമാണ്. ഞാൻ എല്ലാ സ്ഥലത്തും സ്വതന്ത്രമായി സഞ്ചരിച്ചിട്ടുണ്ട്. അന്നും ആളുകൾ, ഞാൻ അന്ന് ഈ പണ്ഡിറ്റുകളുടെ വീടൊക്കെ പോയി കണ്ടു, ഷോപ്പ് ചെയ്യാൻ വളരെ നല്ല രൂപത്തിൽ ആളുകൾ സംരക്ഷിച്ചിരിക്കുന്നു. അന്ന് ഈ ഭീകരപ്രവർത്തനമുള്ള സമയമാണ്. അവിടെ കാശ്മീരികൾ അന്ന് എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരെ പണ്ഡിറ്റുകളെ തിരിച്ചയച്ചത് ശരിയായില്ല, ഞാൻ അതിന് വളരെ പ്രയാസം, ഈ വീട്ടുകളിലൊക്കെ അവർ വന്നതല്ലേ, ഈ കാശ്മീരിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പണ്ഡിറ്റുകൾ കൂടെ ഇടകലർന്ന് ജീവിക്കുന്നതല്ലേ. അന്ന് ജനങ്ങൾ എന്നോട് പറഞ്ഞു, ഞങ്ങളല്ല ഓടിച്ചത്, അത് വിശ്വസിക്കണം, പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി വരുന്ന തീവ്രവാദികൾ, ഭീകരന്മാർ, അവരാണ് പണ്ഡിറ്റുകളെ ഓടിച്ചത്, ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു, ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്, ഞങ്ങളല്ല, ഞങ്ങൾക്ക് ഇവിടുത്തെ അഴിമതിക്കെതിരെ പരാതിയുണ്ട്, ഞങ്ങൾക്ക് 100 രൂപ ഗവൺമെന്റ് ചെലവഴിച്ചാൽ 5 or 6 രൂപയെ താഴെ വരുന്നുള്ളൂ, വികസനം വരുന്നില്ല, അതായിരുന്നു അവരുടെ പരാതി. അവിടെ വികസനം കൊണ്ടുവന്നത്, ഞാൻ മറയില്ലാതെ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു, കാശ്മീരിലേക്ക് ഒരു വികസനത്തിന്റെ സന്ദേശം കൊണ്ടുവന്നത് ആദ്യമായിട്ട് സുപ്രധാനമായ പങ്ക് അടൽ ബിഹാരി വാജ്പേയിക്ക്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ റെയിൽവേയുടെ സത്യത്തിൽ അതിന്റെ പദ്ധതി തുടക്കമിടുന്നത്. ഒരു സാധ്യത ആ റെയിൽവേ കൊണ്ടുവരാനുള്ള, ആ കാശ്മീരിനെ ഇന്ത്യയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആ റെയിൽവേ ലൈൻ കാശ്മീരികൾക്ക് ഒരു സന്ദേശം കൊടുത്തു. കാശ്മീരിലെ ജനങ്ങൾക്ക് അവരുടെ ബന്ധുക്കളെ കാണാൻ മുസാഫറാബാദിലേക്ക് ബസ് സർവീസ് കൊണ്ടുവന്നതും അദ്ദേഹമാണ്. അങ്ങനെ അവരുടെ മനസ്സിനെ പിടിച്ചുകൊണ്ട് അങ്ങനെ അവിടെ ജനാധിപത്യം കൊണ്ടുവന്നു. മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ ഗവൺമെന്റ് വന്നു, നന്നായി പ്രവർത്തിച്ചു. പിന്നീട് ഗുലാം നബി ആസാദിന്റെ ജനാധിപത്യ ഗവൺമെന്റ് വന്നു, അതും നന്നായി പ്രവർത്തിച്ചു. പിന്നീട് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് വന്നു. ഈ കാലയളവിനിടയിൽ 3023 കിലോമീറ്റർ ആണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലൂടെ പോകുന്നത്, അതിർത്തി. അതിൽ ഏകദേശം 2200 കിലോമീറ്റർ നീളത്തിൽ, അത് മോദിയുടെ കാലത്തൊക്കെ അടക്കം, ശ്രീ നരേന്ദ്രമോദിയുടെ കാലത്തടക്കം നേരത്തെ തുടങ്ങിയതാണ്. ആ കമ്പി വേലി, അവിടുത്തെ ഫെൻസിങ്, അവിടെ മതിൽ കെട്ടല്, അത് സമ്പൂർണ്ണമായി നടപ്പിലാക്കിക്കൊണ്ട് ഇനി കുറഞ്ഞ ഭാഗങ്ങൾ, എനിക്ക് തോന്നുന്നു 100-600 കിലോമീറ്റർ, അത് പ്രത്യേക ഭൂമിശാസ്ത്രപരമായി സാധിക്കാത്തത് കൊണ്ടുള്ള പ്രയാസമാണ്. അങ്ങനെ ധാരാളം ഘട്ടത്തിൽ ഒന്ന് വികസനം വന്നു, 2 അതിർത്തി കൊട്ടിയടച്ചു, നുഴഞ്ഞുകയറ്റം സമ്പൂർണ്ണമായി തടഞ്ഞു. അതേപോലെ തന്നെ മൗലാന മസൂദ് അസറിനെ ജാമ്യം പിടിച്ച്, അതായത് നമ്മുടെ വിമാനം തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ വിട്ടയച്ചതോടുകൂടി നമ്മുടെ പട്ടാളം കുറച്ചുകൂടി ഏറ്റുമുട്ടൽ, അതായത് ഏറ്റുമുട്ടൽ, കൊലപാതകം, എന്തൊക്കെ പറഞ്ഞാലും ഭീകരന്മാര് അവർ ഇതേപോലെ വീണ്ടും ആളുകളെ പിടികൂടി ജാമ്യത്തിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഏർപ്പാട് ചെയ്യുമെന്നുള്ളത് കൊണ്ട് യഥാർത്ഥ ഭീകരന്മാരെ പലപ്പോഴും അത് ഏറ്റുമുട്ടലിലൂടെ കൊണ്ടിട്ട് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ഒരുപക്ഷെ പലപ്പോഴും വേണ്ടിവരും. ജനാധിപത്യപരമായി എതിർക്കുമ്പോഴൊക്കെ തന്നെ ചില ഘട്ടത്തിലൊക്കെ, പ്രത്യേകിച്ച് ഈ മൗലാന മസൂദ് അസറിനൊക്കെ വിടേണ്ടി വന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഒരുപക്ഷെ പട്ടാളക്കാരുടെ ഭാഗത്തുനിന്ന് അത് കുറച്ചുകൂടി ശക്തമായ നടപടികൾ വന്നു. അപ്പൊ ഇതൊക്കെ വന്നതോടുകൂടി കർശനമായ നടപടി എടുത്തപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നത് വളരെ കർശനമായി തടയാനും കാശ്മീർ താഴ്വരയിൽ സമാധാനം കൊണ്ടുവരാനും സാധിച്ചു. ശ്രീ മേജർ രവി വീണ്ടും വളരെ വ്യക്തമായിട്ട് പറയണം, 370 വകുപ്പ് എന്താണ് തടഞ്ഞിരുന്നത്? കാശ്മീരിൽ അത് നേരത്തെ ഉണ്ടായിരുന്നു, അതിൽ അവിടുത്തെ ഗവർണറെ തെരഞ്ഞെടുക്കേണ്ടിയിരുന്നു, നിയമസഭ, അങ്ങനെ ധാരാളം വകുപ്പുകൾ. വ്യക്തമാണ്. അനൂപ് ജി കേട്ട് കാണും എന്ന് കരുതുന്നു. വ്യക്തമായ ഉത്തരം. 370 മുമ്പ് ഇത് പാളയം മാർക്കറ്റ് പോലെയാണല്ലോ, ഇങ്ങനെ തീവ്രവാദികൾ ഇങ്ങനെ വരുന്നു,